തെരഞ്ഞെടുപ്പിൻ്റെ അങ്കത്തട്ടിലേക്ക് എല്ലാ രാഷ്ട്രീയ മുന്നണികളും കടന്നിരിക്കുകയാണ്. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പക്ഷേ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുവാണ് ഈ നിമിഷം മുതൽ. ഞങ്ങൾ നേരത്തെ അങ്കത്തട്ട് തന്നെയായിട്ടുള്ളത്. സ്ഥാനാർത്ഥി സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടി പ്രത്യേകം ഒരു തീരുമാനം തയ്യാറെടുക്കേണ്ട കാര്യമില്ല. താഴെ തലം മുതൽ മേലെ തലം വരെയുള്ള പാർട്ടി സംവിധാനം ആകെ അതിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരുങ്ങിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം പ്രഖ്യാപിച്ച ഉടനെ തന്നെ നടത്താമെന്ന് ആദ്യം പറഞ്ഞാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഒരു ചരിത്രം നോക്കിയാൽ ലെഫ്റ്റിനാണ് ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം. ഞങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുന്നണിയും സംവിധാനവും പാർട്ടിയും സംവിധാനവും ഒക്കെ ഞങ്ങൾ തന്നെയാണ്. അത് ഇന്നും ഇപ്രാവശ്യം അത് തന്നെയായിരിക്കും. പക്ഷേ ഇത്തവണ UDF നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. RSS BJP ഉള്ളതുപോലെ കോൺഗ്രസ് ഉള്ളതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളതുപോലെ കണ്ടാൽ മതി. അങ്ങനെ കണ്ടാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് BJP. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മുൻ DGP ഒക്കെ രംഗത്തിറക്കിയൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സംവിധാനമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇന്നേ വരെ കേരളത്തിലില്ലാത്ത കോർപ്പറേറ്റ് പാർട്ടി നേതാവായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പ്രചരണമൊക്കെ ഉണ്ടാകും. ആ പ്രചരണമൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്കറിയാം ആരെയാണ് ജയിപ്പിക്കേണ്ടതെന്ന്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജയം തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഉൾപ്പെടെ ഉണ്ടാവും. CPM ഈ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ജനകീയരെ ഏറ്റവും പ്രമുഖരെയൊക്കെ കളത്തിലിറങ്ങി അങ്ങനെയുണ്ടോ? പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറിമാർ, ജില്ലാ നേതൃത്വം എല്ലാ പ്രമുഖരെയാണ് ഞങ്ങൾ ഇറക്കുക. പ്രാമുഖ്യമില്ലാതെ ഒരാളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്ന പ്രശ്നമില്ല. എല്ലാവരും നല്ല പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. സർക്കാരിനെതിരെ ചില ആരോപണങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഏത് കാലത്താണ് ആരോപണം ഇല്ലായിരുന്നതെന്ന് പറഞ്ഞാൽ മതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പറ്റിയും ഗവൺമെൻറ്റിനെ പറ്റിയും കരുകോലു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് ദിവസമാണ് ഈ ആരോപണം ഉന്നയിക്കാതിരുന്നത് എന്ന കാര്യം പറഞ്ഞാൽ മതി. അതുകൊണ്ട് ആരോപണം ഉന്നയിച്ച് ശീലിച്ച അവരും ആരോപണത്തെ അഭിമുഖീകരിക്കുകയും മാത്രമല്ല ശരിയായ രീതിയിൽ അതിനെ കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുള്ള ശീലമുള്ളവരാണ് ഞങ്ങളും. അതുകൊണ്ട് അവർ പറയുന്നതിന് മറുപടി പറയല്ല, അതിനെ കടന്നാക്രമിക്കുകയും ചെയ്ത് മുന്നോട്ടേക്ക് പോയവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കഴിഞ്ഞ തവണ 40% വോട്ടുകളായിരുന്നു. 40% ശതമാനക്കണക്ക് നോക്കുകയാണെങ്കിൽ 37% UDF. ശതമാനക്കണക്കിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇത്തവണയൊക്കെ എങ്ങനെയായിരിക്കും? അതിനപ്പുറത്തേക്ക് മറികടക്കും? ഞങ്ങൾ വലിയ രീതിയിൽ മുന്നേറും. വലിയ പ്രതീക്ഷയാണ്, വലിയ ആത്മവിശ്വാസം. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് സെമിഫൈനലാണ്, 2026 സെമിഫൈനലാണ്. സെമിഫൈനൽ ഞാൻ പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ പടിയുടെ അങ്ങേ അറ്റാതായിട്ടുള്ളത് 3ാം ടേമിലേക്കുള്ള യാത്രയാണ്. പിന്നെ 3ാം പിണറായി സർക്കാരിൻ്റെ ടേമിലേക്കുള്ള യാത്രയാണ്. കേരളം കാണാൻ പോകുന്നത് ഏറ്റവും അങ്ങേയറ്റം, ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു ത്രികോണ പോരാട്ടത്തിന് തന്നെയാകും. സനലിനൊപ്പം അൻഫിൽ ഡിസൂസ.